ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ എല്ലാവരുടെയും അല്പം ആശങ്ക, വലിയ സന്തോഷത്തോടുകൂടിയൊക്കെ പോകുമ്പോഴും എത്ര നേരം ക്യൂ നിന്നാലാ അല്ലേ? ഇനിയിപ്പോ ക്യൂ നിന്ന് അങ്ങനെ വലയണ്ട, ഒരു ഫേസ് ആപ്പ് വരാൻ പോവുകയാണ്. മുഖമില്ലേ, മുഖം, ആ മുഖം നോക്കി നിങ്ങൾക്ക് സമയം തരും. ഭക്തർക്ക് ദർശന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഫേസ് ആപ്പ് സംവിധാനം. ഫേസ് ആപ്പിന് മുൻപിൽ നിന്നാൽ ഭക്തർക്ക് ടോക്കൺ ലഭ്യമാവും. ദർശന സമയം ടോക്കണിൽ ഉണ്ടാവും. ദർശന സമയം വരെ പ്രത്യേകം തയ്യാറാക്കിയ കമ്പാർട്ട്മെന്റുകളിൽ ഭക്തർക്ക് ഇങ്ങനെ വിശ്രമിക്കാം. ക്ഷേത്രത്തിന്റെ സമീപത്ത് 12 ഇടങ്ങളിൽ ഫേസ് ആപ്പ് സിസ്റ്റം സ്ഥാപിക്കും. ഇത് നമുക്ക് ഒന്ന് വിശദീകരിക്കാം. അതിനു മുമ്പ് ഞാനൊന്ന് ജെയ്സണിലേക്ക് കൂടി ഒന്ന് പോകാം. എന്തായാലും ഫേസ് ആപ്പ് വരുന്നതോടുകൂടി ഇതുവരെയുള്ള ആശങ്കകളും ടെൻഷനും ഒക്കെ മാറും. പണ്ടേ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ശബരിമലയിലെ ഈ ഗുരുവായൂരിലെ ക്യൂ കുറയ്ക്കാൻ പുതിയ സംവിധാനങ്ങളൊന്നും ഇല്ലേന്ന്. ഇപ്പോഴുള്ള സംവിധാനം എന്താണെന്ന് അറിയാമോ? അത് ഞാനൊന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്താം. ഇപ്പോൾ ഓൺലൈനായിട്ട് ക്യൂ ടിക്കറ്റുകൾ ലഭ്യമാവും. മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ക്യൂ, ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക ക്യൂ, സ്പെഷ്യൽ ദർശനത്തിന് 1000 രൂപ എന്നിങ്ങനെയാണ് ഇപ്പോൾ ഉള്ള സംവിധാനം. ഇനി എങ്ങനെയാ വരാൻ പോകുന്നതെന്നറിയോ? ഇനി ഇതൊന്നും വേണ്ട. ഇവിടെ ഇതേപോലെ ഒരു കിയോസ്ക് പോലെ ഒരു ഫേസ് ആപ്പ് ഉണ്ടാവും. ആ ഫേസ് ആപ്പിന് മുമ്പിൽ പോയിട്ട് തിരിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുഖം പതിഞ്ഞു, റെറ്റിന പതിഞ്ഞു. അപ്പോൾ നമ്മുടെ ബയോമെട്രിക് അതിനകത്ത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ മുഖം ഉള്ളയാളെ മാത്രമേ ആ സമയത്ത്, അപ്പോൾ കൃത്യം സമയത്ത് സ്കാനർ വഴി പതിഞ്ഞ ടോക്കണുകൾ നമുക്ക് ആ ഫേസ് ആപ്പ് സംവിധാനത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നേരെ ഫേസ് ആപ്പിലേക്ക് പോയിട്ട് സ്കാനറിലേക്ക് മുഖം ഒന്ന് കാണിക്കുക. നമ്മുടെ റെറ്റിനയൊക്കെ അതിനകത്ത് പതിഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മുടെ ബയോമെട്രിക് ഫീച്ചേഴ്സ് പതിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടോക്കൺ കിട്ടും. ആ ടോക്കണിനകത്ത് കൃത്യസമയം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ ടോക്കൺ വരെ നിങ്ങൾ എവിടെ ഇരിക്കണം? ഒന്നുകിൽ നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ പോയിട്ടൊക്കെ വരാം, ചായയൊക്കെ കുടിച്ച് ഒന്ന് വിശ്രമിച്ച് ഒക്കെ വരാം. അതല്ലെങ്കിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന കൗണ്ടറുകളുണ്ട്. ടോക്കണുകളിൽ ദർശനത്തിനുള്ള സമയമുണ്ട്, ഊഴമനുസരിച്ച് ക്ഷേത്രപ്രവേശനം. അപ്പോൾ കൃത്യമായിട്ട് സമയം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ടോക്കൺ നമ്പർ A37 നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് H37 ആണ്, 12:40 ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് തൊട്ട് മുമ്പുള്ള സമയത്ത് മാത്രം ആ ക്യൂവിലേക്ക് വന്നു നിന്നാൽ മതി. എന്തെളുപ്പാണല്ലേ? അല്ലെങ്കിൽ നമ്മളിങ്ങനെ പോയിട്ട് ഇങ്ങനെ വീശി ഇരിക്കുന്നുണ്ടാവും. കുറേയൊക്കെ രസമാണ്. ആദ്യമൊക്കെ ഇരിക്കുമ്പോൾ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാം, കുറേ മനുഷ്യരെ നമുക്ക് പരിചയപ്പെടാം, അപ്പുറത്തെ നാട്ടുവിശേഷങ്ങളൊക്കെ കേൾക്കാം. പക്ഷേ ഇരുന്നിരുന്നിരുന്ന് മുഷിഞ്ഞു പോകുന്നൊരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇനി മുഷിയാതെ കണ്ണനെ കാണാനുള്ള അവസരം ഒരുങ്ങുകയാണ്. അപ്പോൾ ജെയ്സൺ ചാമളപ്പിലുണ്ട്. ജെയ്സൺ ചാമളപ്പിൽ പുതിയ രീതി കൊള്ളാം അല്ലേ? കുറച്ച് നാളായിട്ട് നമ്മൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒന്നാണ്. എന്തായാലും ഫേസ് ആപ്പ് ലോഞ്ച് ചെയ്യാൻ തീരുമാനിക്കുകയാണ് ഗുരുവായൂർ. അതോടുകൂടി കുറച്ചുകൂടി ഉഷാറാവും. ഇനി കണ്ണനെ കണ്ട് തൊഴുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവൂല അല്ലേ ജെയ്സൺ ചാമളപ്പിൽ? അരുൺകുമാർ, നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും ഒരു ആഗ്രഹവും പ്രതീക്ഷയും തിരുപ്പതി മോഡൽ, നമ്മൾ എവിടെ പോയാലും ആദ്യം തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് തിരുപ്പതി മോഡലാണ്. നിങ്ങൾ തിരുപ്പതിയിലേക്ക് പോകുക, അവിടെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഓരോ സമയമുണ്ട്, ആ സമയത്ത് അവിടെ പോയാലും അത് അതിന് ടോക്കൺ ഉണ്ട്. അവിടെയാണെങ്കിൽ പൈസ ഉണ്ട്, ഫ്രീ ദർശനമുണ്ട്. അതുപോലെ 300 രൂപ ടോക്കൺ, 500 രൂപ ടോക്കൺ, അങ്ങനെയൊക്കെ ഉണ്ട്. എന്തായാലും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സംവിധാനമാണ്. ആ സമയത്ത് മാത്രം നമുക്ക് പോയി നിന്നാൽ മതി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരം ഒരു സംവിധാനം കൊണ്ടുവരണമെന്ന് നമ്മുടെ ക്ഷേത്രങ്ങൾ, പ്രത്യേകിച്ച് ശബരിമലയും ഗുരുവായൂരുമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ശബരിമലയിൽ പിന്നെ 5 ദിവസം തുറക്കമുള്ള അതിന് ചെറിയ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഗുരുവായൂർ വലിയ പ്രതിസന്ധി ഏത് കാലത്തുമുണ്ട്. ആയിരക്കണക്കിന് ഭക്തർ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു, മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്നു. പക്ഷേ ഗുരുവായൂരിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് പൂജാക്രമത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വല്ലാതെ സിസ്റ്റം കൊണ്ടുവരാൻ അവിടെ കഴിയില്ല. എങ്കിൽ പോലും ആളുകളുടെ മണിക്കൂറുകളോളം നിൽക്കുന്ന ക്യൂവിന് ഒരു പരിഹാരം ഉണ്ടാക്കുക, അവർക്ക് വിശ്രമിക്കാൻ സംവിധാനം ഒരുക്കുക എന്നതാണ്. തിരുപ്പതിയിലേക്കും പോയാൽ നമ്മൾ ഇരിക്കുന്നിടത്തേക്ക് ഗ്ലാസ്സിൽ പാല്, നമുക്ക് എല്ലാവർക്കും ഗ്ലാസ് കൊണ്ടുവരും, അതിൽ പാൽ കഴിക്കാം. രാവിലെ ആണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരും. അങ്ങനെ സംവിധാനങ്ങളുണ്ട്. അത്രയൊന്നും ആയില്ലെങ്കിൽ പോലും ചെറിയ തോതിലെങ്കിലും നമുക്ക് ഇത് മാറ്റങ്ങൾ വരുത്തണം. പക്ഷേ ഗുരുവായൂരിൽ നേരിടുന്ന ഏറ്റവും പ്രതിസന്ധി എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അവിടെ സ്ഥലപരിമിതിയാണ്. മറ്റു സ്ഥലങ്ങളിലേക്ക് ഒരുപാട് ഏരിയ ഉണ്ട്, ഗുരുവായൂരിൽ സ്ഥലം വളരെ കുറവുള്ളൂ. അതുകൊണ്ട് തന്നെ ഏത് പരിഷ്കാരങ്ങൾക്കും അതിൻ്റെതായ പരിമിതികളുണ്ടെങ്കിൽ പോലും താൽക്കാലികമായിട്ടാണ് ഇപ്പോൾ ഈ ഫേസ് ആപ്പ് സംവിധാനം കൊണ്ടുവരുന്നത്. വലിയ ക്യൂ കോംപ്ലക്സ് സംവിധാനമൊക്കെ വരാൻ കിടക്കുന്നുണ്ട്. അതുവരെ ഈ ഫേസ് ആപ്പ് സംവിധാനം കൊണ്ടുവരാനാണ് ഇപ്പോൾ തീരുമാനം. നേരത്തെ പോലെ നാം ഒരു സിസ്റ്റത്തിന് മുന്നിൽ പോയി നിൽക്കുന്നു. നമ്മുടെ